നോക്കുക, ലൈറ്റ് ഇട്ട് തുറന്നപ്പോൾ ഞങ്ങൾ റിട്ടേൺ നോക്കിയത്. അപ്പോൾ വെളിച്ചം അതിൻ്റെ ആൾക്കാരുടെ ശബ്ദം കണ്ടെങ്കിൽ റിട്ടേൺ നോക്കി. രണ്ടുപേര് കണ്ടപ്പോൾ ഞാനിങ്ങോട്ട് തൊട്ട പിന്നാലത്തെ ഞാനുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേന് ടോർച്ചൊക്കെ എടുത്ത് വന്നപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് പോയി. അപ്പൊ അതിനൊരു സാധ്യത അവിടെ ഞങ്ങൾ വന്നിരുന്നു, ഏലമ്പലത്ത് വന്നിരുന്നു. അപ്പം ഈ തിരൂർക്കാട് വന്നിട്ടുണ്ടായിരുന്നു, എല്ലായിടത്തും വരുന്നുണ്ട്. അവിടെ പോയിട്ടുണ്ട്. MES ഞാൻ വരുന്നതിന് മുമ്പ് സ്റ്റാഫും പോയിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും നമ്മൾ വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവിധ എവിഡൻസ് നമുക്ക് വരുന്നില്ല. ഇത് ഇല്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. വെച്ചാൽ ഈ പറഞ്ഞ ഏരിയകളെല്ലാം ഏകദേശം ഒരു 4-5 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ളിലാണ്. അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ ഇതിന് നടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ആൾക്കാർ കാണാതെ തന്നെ പോകാനുള്ള ഏരിയകളുണ്ട്, കുളിക്കാൻ സ്ഥലമുണ്ട്. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ പന്നി ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. പിന്നെ പട്ടികൾ, തെരുവ് പട്ടികളാകുമ്പോൾ വെച്ചാൽ പട്ടികൾ യഥാർത്ഥത്തിൽ വലിയ പുലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഈ പ്രശ്നമായിട്ട് ഉൾപ്പെടുത്തുകയാണ്. അപ്പം 6 പഞ്ചായത്താണ് ഇപ്പം മലപ്പുറം ജില്ലയിൽ ഈ ഭാഗത്തേക്ക് മൊത്തം നോക്കുമ്പോൾ 12 പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ആൾക്കാർ ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം എല്ലാവർക്കും മുന്നോട്ട് വരുന്നത്. കുറേ സ്ഥലങ്ങൾ ഇതേപോലെ കാടുവിട്ടാ കിടക്കുന്നത്. അപ്പം ഉദ്ദേശിച്ച പോലുള്ളൊരു വരുമാനം ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കാണെങ്കിലും മുടക്കാനൊരു പ്രയാസം ഉണ്ടാവും. അതിന്റെ അല്ലാതെ അവരെ ബോധപൂർവ്വം ചെയ്യുന്നതാണ്. മാത്രമല്ല കാണിച്ചാൽ ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ട് ആ പീരീഡ് അവിടെ കാണും.